പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പിടിച്ചു വാങ്ങിക്കുക എന്നുള്ള കേരളത്തിന്റെ അവകാശം. അതുകൊണ്ടല്ലേ ഇത് പിടിച്ചു വാങ്ങിക്കുകയല്ല ചെയ്തത്. കഴിഞ്ഞ 4 വർഷമായി അതിശക്തമായി രാഷ്ട്രീയമായി എതിർത്ത ഒരു കാര്യം അടിയിൽ ഒപ്പുവെച്ചു കൊടുത്തു, ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇതാണ് പിടിച്ചു വാങ്ങല്. ഞങ്ങൾ ഒപ്പിട്ടു. ഞങ്ങൾ ഒപ്പിടുന്നതിലും ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം എന്താ? നമ്മുടെ കുട്ടികൾക്കുള്ള കിട്ടേണ്ട ഫണ്ട് അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒപ്പിട്ടു. ഇനി എവരി ഭരണ നയങ്ങളുമില്ല കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ജനാധിപത്യത്തിന്റെ വക്രീകരണം സംഭവിക്കും. അതായത് ഈ MOU ഒപ്പിട്ട് കാശ് മേടിച്ചെടുക്കാം എന്നിട്ട് കേന്ദ്രത്തെ പറ്റിച്ചിട്ടില്ല. പിന്നെ അപ്പൊ നടപ്പാക്കില്ലേ? എന്താണ് ആര് കേന്ദ്രത്തെ പറ്റിക്കുന്നു? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ചോദ്യമുള്ളൂ. 9 വർഷമായിട്ട് ഇവർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു കാവ്യവൽക്കരണത്തിനെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. നടപ്പാക്കാം എന്ന് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. സമ്മതിച്ചു, ഇതുവരെ ഇല്ല. ഇപ്പൊ നടപ്പാക്കാം എന്ന് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. നിക്കൂ. കേരളം സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. പദ്ധതി കടമെടുക്കുന്നത് 2.9 നിന്ന് 1.8 വെട്ടിക്കുറച്ചു. UPക്ക് 12 നിന്ന് 19 വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇവിടെ കിഫ്ബിയുടെ കടമെടുക്കുന്നതിൽ നിന്നും അവർ ഞെരുക്കിയിരിക്കുന്നു. GST വീതം കിട്ടുന്നില്ല, പദ്ധതി വീതങ്ങൾ കിട്ടുന്നില്ല. ഇങ്ങനെ കേരളത്തെ താർക്കാൻ ശ്രമിച്ചിട്ട് ഇതിനൊന്നും നിന്നു കൊടുക്കാതെ കണ്ട്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കോ മറ്റൊന്നിനോ ഈവൻ ക്ഷേമ പെൻഷൻ പോലും മുടക്കാതെ കണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ സർക്കാർ നേടിയെടുക്കേണ്ട ഫണ്ട് നേടിയെടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്നത് നേടിയെടുത്തു. ശരി, ആ ഫണ്ട് നേടിയെടുത്തു. ഓക്കെ, അപ്പൊ ഫണ്ട് നേടിയെടുക്കാൻ വേണ്ടി കേന്ദ്രത്തെ പറ്റിക്കുകയായിരുന്നോ? ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാമെന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് ഇനി നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ പറ്റിക്കലാണോ? കേന്ദ്രത്തെ പറ്റിക്കാതിരിക്കുന്നുള്ളതൊന്നും ഇതിനകത്ത് വിഷയമല്ലല്ലോ. ഇവിടെ ഇപ്പൊ പ്രശ്നം നിങ്ങളുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ, അവിടെ എന്തെങ്കിലും തിരകളൊക്കെ ഉണ്ടാക്കുവോ ഇതിന് പേരിൽ? ഇവിടെ വേറെ ഒരു രാഷ്ട്രീയ കക്ഷി എതിർത്തിട്ടില്ല. കോൺഗ്രസിന്റെ പ്രതിപക്ഷം എതിർത്തിട്ടില്ല, മേടിക്കണം എന്ന് പറഞ്ഞു. സമുന്നതനായിട്ടുള്ള ശശിധരൻ മേടിക്കണം എന്ന് പറഞ്ഞു. വേണുഗോപാൽ മാത്രം എതിരഭിപ്രായം പറഞ്ഞു. വേണുഗോപാലിന്റെ പാർട്ടി ഭരിക്കുന്നിടത്താണ് ഇത് ആദ്യം ഒപ്പിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. തെലങ്കാനയും ആദ്യം ഛത്തീസ്ഗഡിൽ അവരുടെ ഭരണകാലത്തും രാജസ്ഥാൻ 2ാമത് ഒപ്പിട്ടാണ് അശോക് ഗെഹ്ലോട്ടിന്റെ കാലത്ത്. കേരളത്തിനൊന്നും പാടില്ല, കേരളത്തിൽ ഞെരുക്കണം, കേരളം സാമ്പത്തികമായിട്ട് തകരണം എന്ന് ചിന്തിക്കുന്നവർക്ക് നിങ്ങൾ ന്യായീകരണം പറഞ്ഞോളൂ. അതിന് സമ്മതിക്കത്തില്ല. കേരളം മുന്നോട്ട് പോകണം. ഞാൻ ചോദിച്ച ചോദ്യം MOU സൈൻ ചെയ്ത് കൊടുത്ത് NEP നടപ്പാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ MOU സൈൻ ചെയ്ത് കൊടുത്തു, ഇപ്പൊ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞത് കേന്ദ്രത്തെ വഞ്ചിക്കലാണോ എന്നായിരുന്നു എന്റെ ചോദ്യം. അത് വഞ്ചിക്കലല്ല എന്നാണ് റജി ലൂക്കോസിന്റെ ഉത്തരം. ഞാൻ അങ്ങയിലേക്ക് വരാം. ഷിബു മീരാൻ, ഈ NEPയുടെ വിഷയത്തിൽ ഒരിക്കലും വഞ്ചിക്കലല്ല.